അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. ഏറെ പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന സൂറത്ത് വിശുദ്ധ ഖുർആനിലെ 34-ാമത്തെ അധ്യായമായ സൂറത്തു സബ ആണ്. സൂറത്തു സബഇനെക്കുറിച്ച് ആമുഖമായി നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ സൂചിപ്പിക്കാം. ഒന്ന്, ഇത് മക്കിയായ സൂറത്താണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജ്റ പോകുന്നതിന് മുമ്പ് അവതീർണമായ സൂറത്താണ് സൂറത്തു സബ. അതുപോലെ തന്നെ സബ എന്നതിന് സബ ഒരു വ്യക്തിയാണ്, ഒരു ഗോത്രമാണ്, ഒരു നാട് എന്നും സബഇന് വിശദീകരണങ്ങളുണ്ട്. അതുപോലെ തന്നെ ഈ സൂറത്തിൽ 54 ആയത്തുകളാണുള്ളത്. 1512 അക്ഷരങ്ങൾ ഈ സൂറത്തിലുണ്ട്. 1512 അക്ഷരങ്ങളെന്ന് പറയുമ്പോൾ ഒരു വ്യക്തി സൂറത്തു സബ ഒരു തവണ പാരായണം ചെയ്താൽ അയാൾക്ക് എത്ര പ്രതിഫലം ലഭിക്കുമെന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഒരക്ഷരത്തിന് 10 കൂലി എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. ഒരു വ്യക്തി സൂറത്തു സബ മൊത്തം നോക്കുമ്പോൾ അയാൾക്ക് ആയിരക്കണക്കിന്, 10,000-കണക്കിന് പ്രതിഫലം നേടാൻ അതുമൂലം മാത്രം കാരണമായി തീരുമെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ സൂറത്തിൽ പ്രധാനമായും ഒന്ന് സൂചിപ്പിക്കുന്നത് ഷിർക്കിൻ്റെ നിരർത്ഥകത ബോധ്യപ്പെടുത്തുന്ന ഒരു അധ്യായമാണ് സൂറത്തു സബ. അതുപോലെ തന്നെ തൗഹീദിൻ്റെ തെളിവുകളും അതിൻ്റെ പ്രാമാണികതയും ബോധ്യപ്പെടുത്തി തരുന്നൊരു അധ്യായമാണ് സൂറത്തു സബ. ഈ സൂറത്ത് ഇറങ്ങാൻ പ്രധാനമായും സൂചിപ്പിക്കപ്പെടുന്നൊരു കാരണമാണ് അബൂ സുഫിയാൻ. അദ്ദേഹം മുശ്രിക്കായിരുന്ന കാലഘട്ടത്തിൽ മക്കത്തുള്ളവരോട് പറഞ്ഞു, ഇന്ന മുഹമ്മദൻ യതവഅദനാ ബിൽ അദാബി വയുഖവ്വിഫുനാ ബിൽ ബഅസ് വല്ലാത്തി വൽ ഉസ് ലാ തഅതീന സഅതു അബദൻ. അബൂ സുഫിയാൻ മക്കത്തിലെ ആളുകളോട് പറയാണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം പറയുന്നുണ്ട്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശിക്ഷകളെക്കുറിച്ച് നമുക്ക് താക്കീത് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നമ്മളെ പേടിപ്പെടുത്തുന്നുമുണ്ട്. ലാത്തയാണേ ഉസ്സയാണേ സത്യം. അന്ന് അബൂ സുഫിയാൻ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. വല്ലാത്തി വൽ ഉസ്, ലാത്തയാണേ ഉസ്സയാണേ സത്യം, ലാ തഅതീന സഅതു അബദ, ഖിയാമത്ത് നാൾ അതൊരിക്കലും സംഭവിക്കില്ല എന്ന് അബൂ സുഫിയാൻ സൂചിപ്പിക്കുകയാണ്. ഈ സമയത്താണ് പ്രിയപ്പെട്ടവരെ വിശുദ്ധ ഖുർആനിലെ അബൂ സുഫിയാൻ ഈ ഒരു സംഗതി പറയാൻ, ഈ ഒരു വാചകം പറയാൻ പ്രധാനമായുമുള്ള കാരണം സൂറത്തു അഹ്സാബ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കേട്ട സൂറത്തു അഹ്സാബ്, അതിൻ്റെ അവസാനത്തെ ആയത്ത് എന്താണ്? അല്ലാഹു തആല പറയാണ്, ലിയുഅസ്സിബല്ലാഹുൽ മുനാഫിഖീന വൽ മുനാഫിഖാത്ത് വൽ മുശ്രികീന വൽ മുശ്രികാത്ത് വയതൂബല്ലാഹു അലൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വകാനല്ലാഹു ഗഫൂറർ റഹീമ. അല്ലാഹു തആല മുനാഫിഖീങ്ങളെയും മുനാഫികാത്തുകളെയും മുശ്രിക്കീങ്ങളെയും മുശ്രിക്കാത്തുകളെയും പടച്ചറബ് ശിക്ഷിക്കുമെന്ന ആയത്തിറങ്ങിയപ്പോഴാണ് അബൂ സുഫിയാൻ ഈ ഒരു വാചകം പറയുന്നത്. അങ്ങനെ വിശുദ്ധ ഖുർആനിലെ സൂറത്തു സബഇൻ്റെ 3-ാമത്തെ ആയത്തിലൂടെ പടച്ചറബ് പറയുകയാണ്, വഖാല അല്ലദീന കഫറു ലാ തഅതീന സഅ ഖുൽ ബലാ വറബ്ബി ലതഅതിയന്നകും ആലിമുൽ ഗൈബ് ലാ യഅ്സുബു അൻഹു മിസ്ഖാലു ദർറത്തിൻ ഫിസ് സമാവാതി വലാ ഫിൽ അർദ് വലാ അസ്ഗറു മിൻ ദാലിക വലാ അക്ബർ ഇല്ലാ ഫീ കിതാബിൻ മുബീൻ എന്ന ആയത്ത് ആ സമയത്താണ് ഇറങ്ങുന്നത് എന്ന് നമുക്ക് ചില തഫ്സീർ ഗ്രന്ഥങ്ങളിൽ കാണുവാൻ സാധിക്കും. സൂറത്തു സബഉമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് സൂചിപ്പിച്ചു വന്നത്. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. നമ്മൾ സൂറത്തു സബയിലെ ആദ്യം ഏത് സൂറത്ത് ഓതുമ്പോഴും നമ്മൾ ഓതേണ്ട കാര്യമാണ് ഒന്ന്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, പരമകാരുണ്യകനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ. ഇനി സൂറത്തു സബയിൽ 1-ാമത്തെ ആയത്ത് നമുക്കൊന്ന് ആദ്യം പാരായണം ചെയ്യാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹില്ലദീ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് വലഹുൽ ഹംദു ഫിൽ ആഖിറഹ് വഹുവൽ ഹകീമുൽ ഖബീർ യഅലമു മാ യലിജു ഫിൽ അർദി വമാ യഖ്റുജു മിൻഹാ വമാ യൻസിലു മിനസ് സമാഇ വമാ യഅ്റുജു ഫീഹാ വഹുവർ റഹീമുൽ ഗഫൂർ. സൂറത്തു സബയിലെ 1-ാമത്തെയും 2-ാമത്തെയും ആയത്തുകളാണ് നമ്മൾ കേട്ടത്. ഇതിൻ്റെ ആശയവും അർത്ഥവും ഇൻഷാ അല്ലാഹ് വളരെ പെട്ടെന്ന് നമുക്ക് പഠിക്കാം. ആദ്യമായി അൽഹംദുലില്ലാ, സർവ്വസ്തുതിയും അത് അള്ളാഹുവിനാകുന്നു. സർവ്വസ്തുതികളെ സ്തുതിയായിട്ട് എന്തുണ്ടോ അതെല്ലാം
അള്ളാഹുവിനുള്ളതാണ്. വിശുദ്ധ ഖുർആനിൽ 5 സൂറത്തുകളാണ് അൽഹംദു എന്ന വചനം മുഖേന, ആ ഒരു പ്രയോഗം മുഖേന തുടങ്ങുന്നത് 5 സൂറത്തുകളാണ്. ഒന്ന് ഒരു പക്ഷേ നമുക്കൊക്കെ അറിയുന്ന സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. ഒന്നാമത്തെ ആയത്ത് ഏതാണ്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അതുപോലെ തന്നെയാണ് സൂറത്തുൽ അൻആം. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അൻആമും തുടങ്ങുന്നത് അൽഹംദുലില്ലാ എന്ന പദം മുഖേനയാണ്. ആയത്ത് നമുക്ക് ഇങ്ങനെ വായിക്കാം: അൽഹംദുലില്ലാഹില്ലദീ ഖലഖസ് സമാവാതി വൽ അർദ് വജഅലദ് ദുലുമാതി വന്നൂർ സുമ്മല്ലദീന കഫറൂ ബിറബ്ബിഹിം യഅദിലൂൻ. അതുപോലെ തന്നെ സൂറത്തുൽ കഹ്ഫ്, നമ്മൾ എല്ലാ വെള്ളിയാഴ്ചയും ഓതുന്ന സൂറത്താണല്ലോ സൂറത്തുൽ കഹ്ഫ്. അതിന് ഒന്നാമത്തെ ആയത്ത് എങ്ങനെ ആരംഭിക്കുന്നത്? അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജഅൽ ലഹു ഇവജ. അതുപോലെ തന്നെ സൂറത്തു സബയിലെ നമ്മൾ ഇപ്പോൾ ഓതിയ ആയത്ത് അൽഹംദുലില്ലാഹില്ലദീ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് വലഹുൽ ഹംദു ഫിൽ ആഖിറ വഹുവൽ ഹകീമുൽ ഖബീർ. അതുപോലെ തന്നെ സൂറത്തു ഫാത്തിറിൻ്റെ ഒന്നാമത്തെ ആയത്തും അൽഹംദു എന്ന രീതിയിലാണ് തുടങ്ങുന്നത്. സൂറത്തു ഫാത്തിറിന് ഒന്നാമത്തെ നമുക്ക് പ്രകാരം വായിക്കാം: അൽഹംദുലില്ലാഹില്ലദീ ഫാത്തിറിസ് സമാവാതി വൽ അർദ് ജാഇലുൽ മലായികതി റുസുലൻ ഉലി അജ്നഹത്തിൻ മസ്നാ വസുലാസ വറുബഅ യസീദു ഫിൽ ഖൽഖി മാ യശാ ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹ, സൂറത്തുൽ അൻആം, സൂറത്തുൽ കഹ്ഫ്, സൂറത്തു സബ, സൂറത്തുൽ ഫാത്തിർ, ഈ 5 സൂറത്തുകളാണ് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന സൂറത്തുകൾ നമ്മൾ അറിയേണ്ടതുണ്ട്. അതുപോലെ തന്നെ അൽഹംദുലില്ലാ സർവസ്തുതിയും അത് അള്ളാഹുവിനാകുന്നു. എങ്ങനെയുള്ള അല്ലദീ, എങ്ങനെയുള്ളവനായ? ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, ആകാശഭൂമികളിൽ, ലഹു അവനുള്ളതാണ്, മാ ഫിസ് സമാവാത് ആകാശങ്ങളിലുള്ളത്, വമാ ഫിൽ അർദ് ഭൂമിയിലുള്ളതും. ആകാശത്ത് എന്തൊക്കെയുണ്ടോ, നാം ഒന്ന് ആകാശത്തേക്ക് നോക്കിയാൽ എന്തൊക്കെ നമ്മുടെ കണ്ണിൽ പെടുന്നുണ്ട്? നമ്മുടെ കണ്ണിൽ പെടാത്ത ഒരുപാട് കാര്യങ്ങൾ ആകാശത്തുണ്ട്. ലഹു മാ ഫിസ് സമാവാത്, ആകാശത്തിലുള്ളതെല്ലാം അത് അള്ളാഹുവിനുള്ളതാണ്. ആയത്തിൻ്റെ ബാക്കി വമാ ഫിൽ അർദ് ഭൂമിയിലുള്ളതെല്ലാം അള്ളാഹുവിനാകുന്നു. വലഹുൽ ഹംദു ഫിൽ ആഖിറ, അവന് തന്നെയാണ് പരലോകത്തും സ്തുതിയുള്ളത്. വഹുവൽ ഹകീമുൽ ഖബീർ, അവൻ അഗാധജ്ഞനും സൂക്ഷ്മജ്ഞനുമാകുന്നു. അള്ളാഹുവിനാണ് പ്രിയപ്പെട്ടവരെ എല്ലാ കാര്യവും അറിയുക. ഹദീസുകളിൽ ഹംദുമായി ബന്ധപ്പെട്ടുകൊണ്ട് ധാരാളം പ്രയോഗങ്ങളുണ്ട്. നമ്മൾ നാളെ പരലോകത്തെത്തുമ്പോൾ അവിടെ നമ്മുടെ ഓരോ നെടുവീർപ്പിൽ പോലും ഹംദുകൾ ഉണ്ടായിരിക്കുമെന്ന് നമുക്ക് സലഫുകൾ ഉദ്ധരിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഹംദ് നാളെ പരലോകത്ത് അത് അള്ളാഹുവിനുള്ളതാണ്. രണ്ടാമത്തെ ആയത്തിലൂടെ പടച്ചറബ് പറയുകയാണ്: യഅലമു, അവൻ അറിയും, മാ യലിജു ഫിൽ അർദ് ഭൂമിയിൽ കടന്നുകൂടുന്നതും. ഭൂമിയിൽ കടന്നുകൂടുന്നത് എന്ന് പറയുമ്പോൾ നിക്ഷേപങ്ങൾ, അതുപോലെ ധാതു വസ്തുക്കൾ, മരിച്ചു മണ്ണടഞ്ഞവർ, ദ്രവിച്ചു നശിച്ചു പോയവർ, വറ്റിയ ജലാംശങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെ ഭൂമിക്കുള്ളിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ആരറിയും? അല്ലാഹു തആല അറിയും. ആയത്തിൻ്റെ ബാക്കി വമാ യഖ്റുജു മിൻഹ, ഭൂമിയിൽ നിന്നും പുറത്തേക്ക് വരുന്ന കാര്യങ്ങൾ, സസ്യങ്ങൾ, അതുപോലെ തന്നെ അത്തരം ഓരോ വിഷയങ്ങളും, ഭൂമിയിൽ നിന്ന് ജീവികൾ, ഉറവകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഭൂമിയിൽ നിന്നും പുറത്തേക്ക് വരുന്നതാണ്. അതും ആരറിയും? അല്ലാഹു തആല അറിയും. ആയത്തിൻ്റെ ബാക്കി വമാ യൻസിലു മിനസ് സമാഇ വമാ യഅ്റുജു ഫീഹ, ആകാശത്തു നിന്നും ഇറങ്ങി വരുന്ന കാര്യങ്ങൾ അതും അല്ലാഹു തആലക്കറിയും. ആകാശത്ത് നിന്ന് മലക്കുകൾ ഇറങ്ങിയിട്ടുണ്ട്. വഹി തുടങ്ങി മഴ, മഞ്ഞ്, കാറ്റ്, ഇടി, മലക്കുകൾ, ദൈവിക കൽപ്പനകൾ എന്ന് തുടങ്ങുന്ന ആകാശത്തു നിന്നും ഇറങ്ങുന്ന എല്ലാ കാര്യങ്ങളും അല്ലാഹു തആല അറിയും. വമാ യഅ്റുജു ഫീഹ, ആകാശത്തിലേക്ക് തിരിച്ച് കയറിപ്പോകുന്ന കാര്യങ്ങൾ, മനുഷ്യൻ്റെ കർമ്മങ്ങൾ, നമ്മുടെ ആത്മാക്കൾ, മലക്കുകൾ, ആവി, വാതകം, റോക്കറ്റ് മുതലായ ഭൂമിയിൽ നിന്നും ആകാശത്തിലേക്ക് ഉയർന്നു പോകുന്ന കാര്യങ്ങൾ ഇതും അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയും. വഹുവർ റഹീമുൽ ഗഫൂർ, അല്ലാഹു തആല വളരെയധികം പൊറുക്കുന്നവനും കരുണാനിധിയുമാണ്. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ ഇൽമിനെക്കുറിച്ചാണ് ഈ ആയത്തിലൂടെ സൂചിപ്പിക്കുന്നത്. ഭൂമിൻ്റെ അകത്ത് പ്രവേശിക്കുന്നതും ഭൂമിയിൽ നിന്നും പുറത്തേക്ക് വരുന്നതും ആകാശത്തു നിന്നും ഇറങ്ങി വരുന്നതും ആകാശത്തേക്ക് പ്രവേശിക്കുന്നതുമായ എല്ലാ കാര്യങ്ങളും അറിയുന്ന അലീമായ ഖബീറായ അല്ലാഹു തആല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ സഹായതേട്ടങ്ങളും ഇതെല്ലാം അറിയുന്ന സൂക്ഷ്മജ്ഞാനിയായ അള്ളാഹുവിനോട് മാത്രമായിരിക്കണമെന്നൊരു ചിന്തയാണ് ഇത്തരം ആയത്തുകൾ ഓതുമ്പോൾ നമുക്കുണ്ടാവേണ്ടത്. ആ തിരിച്ചറിവോടുകൂടി ഖുർആനിനെ കൂടുതൽ പഠിക്കാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ജസാക്കുമുല്ലാഹു ഖൈറ. ബറകല്ലാഹു ഫീനാ ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.